ഹലോ ഗൈസ്, ഇനി വരാനിരിക്കുന്ന പത്തരമാറ്റിൻ്റെ ഒരടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ആദർശ് ഓഫീസിൽ നിന്ന് വന്ന ഉടൻ തന്നെ അനാമികയോട് ചോദിക്കുന്നുണ്ട്, അനാമികെ, ഈ വീഡിയോയിൽ കാണുന്നത് നീയല്ലേ? കൂടെയുള്ള ആൾ ആരാ? നിൻ്റെ ബോയ് ഫ്രണ്ടാണോ? ആ വീഡിയോ കണ്ട് അനാമിക ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അനാമികയ്ക്ക് എന്താ പറയണ്ടതെന്ന് പോലും തിരിയുന്നില്ല. എന്നിട്ട് ഇടറെ ശബ്ദത്തോടുകൂടി അനാമിക ചോദിക്കുന്നുണ്ട്, ഇത് ഞാനാണല്ലോ ആദർശേട്ടാ. ആദർശേട്ടനെ ഈ വീഡിയോ എങ്ങനെ കിട്ടി? ഇതെങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയെന്നായിരിക്കും നീ ചിന്തിക്കുന്നത്. അതിപ്പോൾ നീ അറിയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അനാമികയെ. ഈ വീഡിയോ കാണുന്നത് നിന്റെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും നീ ഇന്ന് തന്നെ അവസാനിപ്പിക്കണം. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, അനാമികയെ, ഇതുവരെ ഉള്ളതെല്ലാം വിട്ടുകളാ. പക്ഷേ ഇനി മുതൽ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയ അനി മാത്രമായിരിക്കണം നിൻ്റെ മനസ്സിൽ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ആദർശേട്ടൻ വിചാരിക്കുന്ന പോലെ ബന്ധമൊന്നും അവനുമായിട്ട് എനിക്കില്ല. അവൻ എൻ്റെ വെറുമൊരു ഫ്രണ്ട് മാത്രമാണ്. എന്നെ വിശ്വസിക്കണം ആദർശേട്ടൻ. എന്നിട്ട് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. ഇല്ല അനാമികെ, ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീ എവിടം വരെ പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ. അനിയെ ചതിക്കാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ ഈ വീഡിയോ ഞാൻ ഈ വീട്ടിലെ എല്ലാവരെയും കാണിക്കും. ഇനി മുതൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കാര്യം അറിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം പോക്കാനാമിക്കേ എന്നും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അനാമിക ഒന്ന് പതച്ച് നിന്നു പോകുന്നുണ്ട് കേട്ടോ. ഈ വീട്ടിലുള്ളവരെല്ലാവരും കണ്ട എൻ്റെ കാര്യം പോക്ക. എനിക്ക് പിന്നെ ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല. അനിയുടെ അമ്മ കണ്ട പിന്നെ അവരായിരിക്കും എന്നെ ഫസ്റ്റ് ഇവിടെ നിന്ന് അടിച്ചിറക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ അനാമിക. ഈ സമയത്ത് ആദർശിൻ്റെ അടുത്തേക്ക് ദേവയാനി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആദർശേ, നീ എന്തീ ചെയ്യുന്നേ? നാനമോളെ, നീ എന്തിനാ വിഷമിപ്പിക്കുന്നിങ്ങനെ? അവളോട് ഇങ്ങനെയൊന്നും ചെയ്യരുത്. നിനക്ക് അവളെ ജീവനായിരുന്നല്ലോ, പിന്നെ ഇപ്പം എന്താ പറ്റിയേ? അമ്മേ, നായനയോടുള്ള എൻ്റെ വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടു. ഇനി എനിക്ക് അവളെ അംഗീകരിക്കാനാവില്ല. ഇനി ഒരിക്കലും അമ്മ അവളെ ഭാഗവും ന്യായീകരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല എന്ന് ആദർശ് പറയുന്ന കേട്ടിട്ട് നാനെ എന്ത് ചെയ്യുന്നുണ്ട്, റൂമിന് വെളിയിൽ നിൽക്കുന്നുണ്ട്. ആദർശിൻ്റെ വാക്ക് കേട്ടതോടെ നാന കരഞ്ഞുകൊണ്ട് ഹോളിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ജാനകി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എടി, നിന്നെ ഇനി ആദർശ മോന് വേണ്ട. ആദർശ മോനെ സൗന്ദര്യവും സ്മാർട്ട്നെസ്സും ഉള്ള എൻ്റെ അനാമിക മോളെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ അവന് കിട്ടും. ആദർശ് ഡൈവോഴ്സ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നീയായിട്ട് ഒഴിഞ്ഞു പോകുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ജാനകി പറയുന്നിട്ടിട്ട് നാനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് നാന പറയുന്നുണ്ട് ജാനകിയോട്, ആദർശേട്ടൻ കെട്ടിയ താലിയാ എൻ്റെ കഴുത്തിലുള്ളത്. അതുള്ളിടത്തോളം കാലം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും പോവില്ല. ആദർശിന് നിന്നെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ നീ കടിച്ചു തൂങ്ങി നിൽക്കുന്നേ? നിനക്ക് നിന്റെ നന്ദാവനത്തിൽ പോയാൽ പോരെ? ജാനകിയുടെ സംസാരമൊക്കെ കേട്ട് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ആദർശ് മോൻ്റെയും നാനിയുടെയും കാര്യത്തിൽ ഇടപെടണ്ട കേട്ടോ. എനിക്കിഷ്ടമില്ലാഞ്ഞിട്ട് പോലും അനാമിക എന്താ ഇവിടെ നിൽക്കുന്നില്ലേ? അതിനെ നമ്മൾ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ പോകുന്നുണ്ടോ? അനാമികയെ ഇവിടെ നിന്ന് അടിച്ചേർക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചില്ല. അനിയുടെ ഭാര്യയായിട്ട് ഇപ്പോഴും അനാമിക ഇവിടെ നിൽക്കുന്നില്ലേ? അപ്പോൾ നായനക്കും അതാവാം. ഇതൊക്കെ കേട്ടുകൊണ്ട് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഇനി ഒരിക്കലും ഇവൾ ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അനാമികയെ ഡൈവോഴ്സ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആദർശ് പറയുന്നത് കേട്ടിട്ട് എല്ലാവരും ഷോക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ. അനയാകട്ടെ ഇതൊക്കെ കേട്ട് തലചുറ്റി അവിടെ വീഴുന്നുണ്ട് കേട്ടോ. ഇനി എന്തായിരിക്കും അനന്തപുരിയിൽ സംഭവിക്കാൻ പോകുന്നത്? ആദർശ് നായനെ ഡിവോഴ്സ് ചെയ്യുമോ? ഈ തീരുമാനത്തിൽ നിന്ന് ആദർശിനെ പിന്തിരിപ്പിക്കാൻ അനന്തപുരിക്കാർക്ക് പറ്റുമോ? തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക.